നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ഞെക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബ്രൈറ്റസ് ഹോളിഡേയ്സ് ആൻഡ് എർത്ത് മൂവേഴ്സ് ആണ്. അവർ നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ബ്രൈറ്റസ് ഹോളിഡേയ്സ് ആൻഡ് എർത്ത് മൂവേഴ്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിലാണ്. 1953 രൂപീകൃതമായ മണമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒറ്റൂർ ഗ്രാമപ്രദേശം പിന്നീട് 1979 സ്വതന്ത്ര പഞ്ചായത്തായി ഒറ്റൂർ പഞ്ചായത്തായി മാറുകയായിരുന്നു. ഈ ഗ്രാമപഞ്ചായത്തിലാണ് ഇന്ന് ഞങ്ങൾ ബ്രൈറ്റസ് ഹോളിഡേയ്സ് ആൻഡ് എർത്ത് മൂവേഴ്സ് നൽകുന്ന സമ്മാനവുമായി എത്തിയിട്ടുള്ളത്. ബ്രൈറ്റസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ ഒറ്റൂർ പഞ്ചായത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ LPS സ്കൂളിൽ വെച്ച് വയോജനങ്ങൾക്കുള്ള എന്താണ് നടക്കുന്നത്? വയോജന കലാമേളയാണ് നടക്കുന്നത്. അവരുടെ ഒരു ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ പദ്ധതിയാണ് വയോജന സൗഹൃദമാക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ട് ഉല്ലാസയാത്രകൾ വയോജനങ്ങളുമായിട്ട് പോയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്ന് അവർക്കൊരു ആസ്വാദനത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ സംഭവം കളറാക്കി എന്നുള്ളത്. നമുക്ക് ഇതിൽ കൂടുതൽ കളറാക്കാമായിരുന്നു. ഇലക്ഷന്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല. വയോജന സൗഹൃദ ഗ്രാമം എന്നുള്ള പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അടുത്ത വർഷം നമുക്കത് പ്രാവർത്തികമാക്കണം. അതിന്റെ മുന്നോടിയായിട്ടാണ് നമ്മുടെ വാർഡ് തല യോഗങ്ങൾ വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതായിരുന്നു കൂടുതലും നമുക്ക് പ്രയോജനപ്രദം തോന്നിയത്. എല്ലാവരും നന്നായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അംഗൻവാടി ടീച്ചേഴ്സിന് പ്രത്യേകമായൊരു പരിഗണന ഇതിനകത്തുണ്ടായിരുന്നു. കഴിഞ്ഞൊരു ദിവസം നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ഇവരെ വയോജനങ്ങൾ ടൂറിന് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ വണ്ടിയിൽ വെച്ച് ഇവർ ഒരുപാട് പേര് നല്ലതുപോലെ പാട്ടുപാടുകയും കളിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട്, അപ്പോൾ അന്ന് ഈ മ്യൂസിക്കൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിൽ വെച്ച് അവർ നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആഗ്രഹമായിരുന്നു. തുടക്കം മുതലേ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൈവശം ഞെക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബ്രൈറ്റസ് ഹോളിഡേയ്സ് ആൻഡ് എർത്ത് മൂവേഴ്സ് നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ ഒരു ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകി കഴിഞ്ഞാൽ സമ്മാനം ലഭിക്കും. ചോദ്യം ഇതാണ്: ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഭാരതപ്പുഴയല്ല. അപ്പം എന്തെങ്കിലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം. അപ്പോൾ അമ്മമാരെല്ലാം ഇന്ന് ഈ ഒരു കലാമേളയിൽ പങ്കെടുത്തിട്ട് പോവുകയാണ്. വീണ്ടും പ്രായം കുട്ടിക്കാലത്തേക്ക് പോയാ ഡാൻസ് കളിച്ച് പാട്ട് പാടി എല്ലാവരും അല്ലേ? ഞങ്ങളുടെ കയ്യിലൊരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുകയാണെങ്കിൽ ആ സമ്മാനം ലഭിക്കും. ചോദ്യം ഇതാണ്: ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? യമുന നദി അല്ല, യമുന നദിയും അല്ല. അപ്പോൾ എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ഞെക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബ്രൈറ്റസ് ഹോളിഡേയ്സ് ആൻഡ് എർത്ത് മൂവേഴ്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. അറിയാമോ? സാധനം അറിയാം. നമ്മുടെ ഈ വിവാഹത്തിനും വിനോദത്തിനും വേണ്ടിയിട്ട് നമുക്ക് പോകാൻ സഞ്ചരിക്കുവാനുള്ള ബസ്സുകൾ, അതുപോലെ തന്നെ എർത്ത് മൂവേഴ്സ് നമ്മൾ പറമ്പുകളെല്ലാം വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടും ലെവൽ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ദക്ഷിണേന്ത്യയിലെ യമുന. കാവേരിയല്ല. യമുന. വീണ്ടും ഒരു ലൈനൂടെ പോട്ടെ. അറിയില്ല. ഏത്? യമുന നദിയല്ല. ചേന്നാങ്കോട്ടത്ത് നമ്മൾ അണ്ണൻ സമ്മാനം വാങ്ങിച്ച അടങ്ങോളെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അല്ലേ? നേരത്തെ മുന്നത്തെ ഒരു പ്രോഗ്രാമിലും നേടാൻ സാധിച്ചില്ല. അപ്പോൾ ഇത്തവണയും സാധിച്ചില്ല. മറ്റൊരവസരത്തിൽ ഇതിലും മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം നേടുവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ. ബ്രൈറ്റസ് ഹോളിഡേയ്സ് ആൻഡ് എർത്ത് മൂവേഴ്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ബ്രൈറ്റസ് അറിയാം. സുഹൃത്താണ്. ഇവിടെ പിച്ചശ്ശേരിയിലാണ്. ഇവിടെ പഴയ ഒരു ഡ്രൈവറും കൂടിയാണ് പുള്ളിക്കാരൻ. ഇപ്പം നമ്മളെ പനേറ ക്ഷേത്രത്തിലെ ഒരു പ്രധാന ഭാരവാഹിയായിട്ട് ചെയ്യുന്നുണ്ട്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്?
ദക്ഷിണേന്ത്യയിലെ നൈൽ നദി ഈ അത് അറിയാം. ഈ നമ്മളെ ദക്ഷിണേന്ത്യയിൽ ഏതിലെവിടെയാണ് എഴുതുന്നത്? ഗംഗ ഗംഗ ഗംഗ. ഭാരതപ്പുഴ. ഭാരതപ്പുഴയല്ല. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി മറ്റൊരു നദിയാണ്. മറ്റാരെങ്കിലും പറയോ നോക്കാം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഭാരതപ്പുഴയാണോ? ഇതുകൂടെ പഴക്കമുള്ള ഒരാളുടെ അടുത്ത് ചോദിക്കാം. ഭാരതപ്പുഴ തന്നെ. തന്നെ എന്നാ ഭാരതപ്പുഴയല്ല, മറ്റൊരു നദിയാണ്. നദി എന്ന് ഉദ്ദേശിക്കുന്ന കായൽ അങ്ങനെയൊന്നുമില്ലല്ലേ? പെരിയാർ, പിന്നെ പമ്പ, ഇത് രണ്ടുള്ളത്. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഇത് രണ്ടുമല്ല, മറ്റൊരു നദിയാണ്. ബ്രൈറ്റസ്റ്റ് ഹോളിഡേയ്സ് ആൻഡ് എർത്ത് മൂവേഴ്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഗംഗാനദി. ഗംഗാനദി. ഉറപ്പിക്കാം? ദക്ഷിണ ഉറപ്പിക്കാം. ഏതാണ്? ഗംഗാനദി. ഗംഗാനദിയാണ്. രണ്ടുപേരും എൻ്റെ ഇടവും വലവും നിന്നിട്ട് ഏതാണ്? ഗംഗാനദി പറഞ്ഞത് തന്നെ. അപ്പോൾ അത് ദക്ഷിണേന്ത്യയിലല്ല, വടക്കേ ഇന്ത്യയിലാണ് ആ നദി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിയുത്തരം ഗോദാവരി നദിയാണ്. ദക്ഷിണേന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി 1465 കിലോമീറ്ററാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഉത്ഭവിച്ച് ആന്ധ്രാപ്രദേശിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് ഗോദാവരി. വൃദ്ധഗംഗയെന്നും ഗോദാവരി നദിയെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനിയും ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ ബിപിൻ വേണുവിനോടൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം. കോസ്റ്റ്യൂം പാർട്ണർ RK ഫാബ്രിക്സ് ആൻഡ് വെഡിങ്സ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, വർക്കല റോഡ്, കല്ലമ്പലം.